ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരനായി മരിച്ചോ അരുളണ നീ നല്ലോർമ്മ നിന്റെ മഹത്വ മോദിക്കും നിൽക്കണമവ Mariam dilato Yohanan dam dohenu nolak pisan elafai Esraha melai നിന്മാതാവു വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ ഏകസുതാ വചനമത രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമത മൃതിരഹിത വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനായി വിമലത ശുചിയൻ ഇവയുള്ള മഹിമാവിയലും ദൈവജനത്രി കന്യകയാ മറിയാമീന്നും ധന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നീജ മൃതിയാ നിവർത്തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ അപ്പരിപാപനത്ര ത്വയിക സുവിധാവോടൊപ്പം ജീവനഴും ഋക്കുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ ശുദ്ധമുള്ളവനാകുന്നു. ബലവാനേ നീ ശുദ്ധമുള്ളവൻ ആകുന്നു. മരണമില്ലാത്തവനേ നീ ശുദ്ധമുള്ളവൻ ആകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ ശുദ്ധമുള്ളവനാകുന്നു. ബലവാനേ നീ ശുദ്ധമുള്ളവൻ ആകുന്നു. മരണമില്ലാത്തവനേ നീ ശുദ്ധമുള്ളവൻ ആകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ ശുദ്ധമുള്ളവനാകുന്നു.
മരണമില്ലാത്തവനേ, നീ ശുദ്ധമുള്ളവൻ ആകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായി 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 ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർ പോൽ ജാതികളിടയിൽ ഭൂതല സീമയതോളം വല്ലേവൻ ഗേഞ്ഞോ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിരൻ അറിയിച്ചു സ്വർഗമഹാരാജ്യം. പുസ്തകത്തിൽ നിന്നും ഹബീബായി പാറയ്ക്കുമോ ശ്രീമാടുന്ന സ്തുതിയും നമ്മുടെ മേത്തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവിധി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്ക എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യാസ് എന്നൊരു പുരുഷനകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അന്യാസ്, കർത്താവെ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു. ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെയും അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വയ്പാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടെന്ന ഒരു പത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ചു പരിശുദ്ധ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്ഥാനമേൽക്കുകയും ആഹാരം കൈകൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്നുള്ള പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരൂശലേമിലേക്ക് ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്താൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോവാനല്ലോ വന്നതെന്ന് പറഞ്ഞു. ഹബീബായി പാറയ്ക്കുമോ ധന്യൻ സുൽഗട്ടെ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ചാൽ മാനവനെങ്കിലുമാതോതൻ താരേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം അവസാനിപ്പിപ്പോൾ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യരിൽ 2 നിമിത്തിയെന്നും ആഹായ് പാറയ്ക്കുമോ സ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേത്തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. ക്രിസ്ത്യൻ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവനും മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിച്ചിരിക്കുന്നത് ഇനിയും തങ്ങൾക്കായിട്ടില്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും ഉയർത്തിപ്പായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലായിടവും വേണ്ടി മരിച്ചു ഞങ്ങളെ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജനപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജനപ്രകാരം അറിഞ്ഞുവെങ്കിൽ ഇനിമേൽ അവനെ അറിഞ്ഞിരിക്കുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിനാൽ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതിയതായി തീർന്നിരിക്കുന്നു.
അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തുവിന് മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന് ശുശ്രൂഷ നമുക്ക് തന്നുമിരിക്കുന്നു. ദൈവൻ ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിനാൽ നമ്മളോട് നിരൂപിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാവധികളായി ദൈവത്തോട് നിരന്നു കൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അതും ദൈവം ഞങ്ങൾക്ക് മുഖാന്തരം പ്രബോധിപ്പിക്കുന്നതാവുന്ന പോലെ ആകുന്നു. ആഹായി ബാർക്കുമോ. ചേരിടുവിൻ കാതൃ പ്രാകാരി നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബഹാ മുൻപിൽ. വാർക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബറക്കുമോർ സ്ലോമോ ലക്കുൽക്കോൻ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion kadis nomoran neshmishigom berso mahinosam en loka sabrano damsa vargai vorkono lovalmo. വന്നവന് പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചാരസ്തുതികളും നാം എല്ലാവരുടെ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Sabina hakin namrano sed moran valuhan goro godlan neshmishigom berso desfasar musuldo kadis namariam ഹോലന്തൻ ഹോക്കാനോ ഹവായ്. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുന്നു. സ്ലീഹന്മാർ മടങ്ങി വന്ന് അവർ ചെയ്ത സകലവും യേശുതമ്പുരാനെ അറിയിച്ചു. യേശുതമ്പുരാൻ അവരെ മാത്രം കൂട്ടിക്കൊണ്ട് ബെത്സദയിലെ ഒരു വിജനസ്ഥലത്തേക്ക് പോയി. അത് മനസ്സിലാക്കി ജനക്കൂട്ടം അവന്റെ പിന്നാലെ ചെന്നു. യേശുതമ്പുരാൻ അവരെ സ്വീകരിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും രോഗശാന്തി ആവശ്യപ്പെട്ടവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. വൈകുന്നേരമായപ്പോൾ പന്തിരുവർ അടുത്തിയെന്ന് നാം ഈ വിജനപ്രദേശത്തായതിനാൽ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കോ കുടികളിലേക്കോ പോയി പാർക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ജനത്തെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ അവരോട് നിങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുവീൻ എന്ന് പറഞ്ഞു. ഈ ജനങ്ങൾക്കെല്ലാം വേണ്ട ആഹാരം ഞങ്ങൾ പോയി വാങ്ങാതിരുന്നാൽ ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനുമല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് അവർ പറഞ്ഞു. അവിടെ പുരുഷന്മാർ തന്നെ 5000 പേരോളം ഉണ്ടായിരുന്നു. അവരെ 50 വീതം പന്തികളായിരുത്തുവാൻ യേശുതമ്പുരാൻ പറഞ്ഞു. ശിഷ്യന്മാർ അങ്ങനെ ചെയ്തു. യേശുതമ്പുരാൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് ജനത്തിന് വിളമ്പുവാനായി ശിഷ്യന്മാർ കൊടുത്തു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ അവർ 12 കൊട്ട നിറച്ച് ശേഖരിച്ചു. ബാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. കർത്താവരുളി ചെയ്തു ഞാൻ ജീവന്റെ ആപ്പം ലോകത്തെ പോഷിപ്പിപ്പാൻ മേലേന്നും വന്നു താതനയച്ചു വചനമാമെന്നേ കർഷകനെ പോ ഗബ്രിയേൽ വിതച്ചു നല്ല നിലം തുല്യം മറിയാം കൈക്കൊണ്ട നൂതരി ദൂതസമാനം ത്രോണോസിൻ പട്ടക്കാ
സ്തോമൻ ഗാലോ പാർക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മനുഷ്യരുമായ നല്ല ഉന്നതിയും നിത്യയുടെ വിടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ ഇഷ്ടപ്പെടുകയും സ്ലേഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കീസദേക്കിനും തൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹറോനും ശമൂവേലിനും തൻ്റെ ദൃഷ്ടാന്തം സൂചിപ്പിക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി ഏറ്റുപറയപ്പെട്ട ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേക ദൈവവുമായ കർത്താവിന് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും സ്തോത്രവും ആരാധനയും യോഗ്യമാവുന്നു. പാർക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട യാചാരന്റെ കൈകളാൽ കൊന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ബറക്കുമോർ പാപപരിഹാരം നൽകുന്നവനും വെടുപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമാ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ കരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവിടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പനിമഞ്ഞ് തെളിക്കണമേ. കർത്താവും മൗത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്ക് നീ വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും യാചനകളും കണ്ണുനീരുകളും ദൈവം തമ്പുരാനെ അവിടുന്ന് നീ കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപമണികളെ ഞങ്ങൾ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ മക്കൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്ത്യാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ.
ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബബക്കോല സുബാൻ ഞങ്ങളെ സൃഷ്ടിച്ച ഈ ജീവിതത്തിലേക്ക് വരുത്തുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ കാണിച്ചു തരികയും ശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരുവാൻ നിനക്ക് തിരുവിഷ്ടമുണ്ടാകണമേ. ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരാ ഞങ്ങളെ നിന്റെ ധാരാളമായ കരുണയാൽ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിൻ്റെ അന്യതയ്ക്കും വേണ്ടി ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിന്മേൽ പരിമളവാസനയായതിനെ അംഗീകരിച്ച് നിന്റെ കൃപയും ഉത്തമനാ നിന്റെ വിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. നീതിമാനായ ഹാബേലിൻ്റെ കാഴ്ചയും നോഹിൻ്റെ ബലിയും അബ്രഹാമിൻ്റെ പല വഴിപാടുകളും മോശയുടെയും അഹറോൻ്റെയും ആചാരത്വ ശുശ്രൂഷയും ശമൂവേലിൻ്റെ സമാധാന യാഗങ്ങളും നീ കൈക്കൊണ്ട പ്രകാരം കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും സ്വീകരിക്കണമേ. വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാരത്വ ശുശ്രൂഷയെ നീ കൈക്കൊണ്ടതുപോലെ പാപകരമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ അംഗീകരിക്കണമേ. മാലിന്യമില്ലാത്ത ബലി നിനക്ക് അർപ്പിക്കുവാൻ ന്യായവിധി ദിവസത്തിൽ നിന്റെ മിശിഹായുടെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം പ്രതിഫലം പ്രാപിപ്പാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബബക്കോല സുബാൻ കർത്താവിടുത്തെ ശുശ്രൂഷയ്ക്കുള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. Kadis Abo Kadisho Amen. Kadis Bro Kadisho Amen. Kadis Rohayo Kadis Dam Kadis Elbermod Hadayavde Hadois Mesraham Allah Visuson Dahain Madarabunan വാർക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവ് നിയമിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും
സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായി പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടിനി പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനം ഇല്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അടയ്ക്കുന്ന കുർബാന ദൈവസന്നദ്ധയിൽ സ്വീകരിക്കപ്പെടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധയുള്ള ഏകറുഹായിലും കാതോലികവും സ്നേഹവുമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാമോദനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഓർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമേറ്റ മോചിക്കും നാഴികയേതോദാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം. ഉന്നത പദവിയിലേറി ഇന്നിപ്പോളി ആചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേ, ഇതു കരുണയുടെയും അലിവിന്റെയും സമയം സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദൂരസ്ഥർ സവിദസ്തരുമാ തമ്മിൽ നിരക്കും സമയം അതിനാൽ സോദരരെ വരുവേ ഒരുപോൽ കരുണയിരന്നീടാ. കൃപ ചെയ്തിടണമേ നാഥ, കൃപ ചെയ്യുക കനിവാൻ നാഥ, ഉത്തര അരുളി ചെയ്ത് അടിയാരോടു കൃപ ചെയ്യണമേ. നല്ലവനേ ഞങ്ങളുടെ ബലഹീനതയോടുത്തരമരുളണമേ. നാമെല്ലാവരും മൂത്തൊരുമേ അട്ടഹസിച്ചുര ചെയ്യ
തമ്മിൽ നിരക്കും സമയം അതിനായി സോദരരേ വരുവീ ഒരു പോൽ കരുണയിരന്നീ Barkamo stomangalo പറക്കുമോർ കർത്താവേ, സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോമവക്കോല പറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. Barkumor നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമലത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാളികയിൽ ശിഷ്യന്മാരോട് ഉദ്ധാനത്തിൻ നാളുകളിൽ നാഥൻ കൽപ്പിച്ചാനീവും സ്ലോമോ പ്രിയരെ നിങ്ങളിലേ സ്ലോമോ വാഴട്ടെന്നാളും ലോകാന്ത്യത്തോളം തന്നെ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസീദാസന്മാർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശം ബബക്കോല സുബാലവൽമേ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കുമായച്ചു കളയണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശം ബബക്കോല സുബാലവൽമേ. ബാറക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്യാചാരണ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ ഉടനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിസ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ
സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടു കൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവും ആകുന്നു. ശോഭേ കർത്താവേ, പരിശുദ്ധ മാലാഖമാരും പ്രധാന മാലാഖമാരുടെയും ഗണങ്ങളോടൊരുമിച്ച് കീർത്തന ശബ്ദത്താ ഞങ്ങൾക്ക് ആദീശുപാടി ഉച്ചസ്ഥരം നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. തെശുബഹത്തോ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത് ശുദ്ധീകരിച്ചു. വക്സോ ശുദ്ധീകരിച്ച മുറിച്ച് പരിശുദ്ധ സ്ലീഹന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു. വൽഹായേ ദൽവോലം അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും എടുത്ത് നമ്മുടെ കർത്താവ് സ്തോത്രം ചെയ്ത് ശുദ്ധീകരിച്ചു. ശുദ്ധീകരിച്ച പരിശുദ്ധ സ്ലീഹന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനം ചെയ്യുവീൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. വൽഹായേ ദൽവാലം പ്രകാരം തന്നെ നിങ്ങൾ വിശുദ്ധ രഹസ്യത്തിൽ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രകാരം ചെയ്യുവീൻ എന്നരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളിപ്പിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ
ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭ നിന്റെ രക്ഷാകരമായ വാർത്ത മുഴുവനായും എല്ലാവർക്കും അവരുടെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വാർക്കുമോർ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോട് നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങളെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദൈവതോന്നി എൻ്റെ മേൽ കരുണ ചെയ്യണമേ. ക്രീലായിസോൻ, ക്രീലായിസോൻ, ക്രീലായിസോൻ. പരിശുദ്ധ റൂഹ വസിച്ച ഈ അപ്പത്തെ നമ്മുടെ ദൈവമായ മിശിഹായുടെ ശരീരമായി പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച കലർത്തപ്പെട്ട ഈ കാസായെ നമ്മുടെ ദൈവമായ മിശിഹായുടെ രക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിത്യജീവൻ അർഹരായി തീരണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നമ്മുടെ ദക്ഷിന്മാരായിരുന്ന 4 വാനുള്ള ദൈവത്തിന്റെ വിശ്വങ്ങളെ മേച്ചുവരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നടത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രർക്കിസ്മാരാപ്പിന്മാർക്കും വേണ്ടിയും ആബുന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബുന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ യോഹന്നാൻ മാർക്കോസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസ ശേഷമുള്ള സലേപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ നിയമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലാപ്പെടുന്നതിനില്ല ആശ്രയിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരവും ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള
വിശ്വാസികളും സത്യക്രിസ്ത്യാനുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യവാർത്തയും ഉണ്ടാവുവാനായിട്ടും ആ സുഖത്തിലുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ ശബ്ദം നീ ശ്രദ്ധിച്ച് കേൾക്കണമേ. നിന്റെ സഭ നിനക്കണയ്ക്കുന്ന കാഴ്ചകളെയും അതിഫലങ്ങളെ അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നാലു ഭാഗങ്ങളിലെ ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസം നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുള്ളവരായി തരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ മനസ്സുകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസ്വാലുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തരയജമാനന്റെ മുന്നോട്ടുകാരനുമായ മാ യൂഹാനോൻ മംദാനായും ഷെമ്മാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പിനുമായ പരിശുദ്ധനും മൗത്തുള്ളനുമായ മാ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാ പത്രോസിനെയും മാ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സ്ലൈഹ്യവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചാൽ കേൾപ്പിച്ചവരായ ശുദ്ധിമാന്മാർ സ്ഥലത്ത് ശുദ്ധിയോടെ മുൻകൂട്ടി നിർവഹിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കാലും കുസുന്ന പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 ദിവസങ്ങളെ ഞങ്ങൾ അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന് ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതമായ യാക്കോവും ഇഗ്നാത്യോസും ക്ലീമിസും ദിവനാസ്യോസും അത്താനസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമത്യോസും പീലക്സീനോസും അന്ത്യോമോസും യാവാനോസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാസ്കാരെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാൻ ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന് വിശുദ്ധയുടെ മുഴുവൻ വിവാഹമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മേജിൽ സ്ഥലവും മറിയാൻ സംശയം കൂടാതെ ദൈവമാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ച ഞങ്ങളുടെ പത്രികീസന്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിക്കാൻ നീതിവാന്മാരും പരിശുദ്ധനുമായ മാർ ബാബാമാർ യാക്കോവ് ഉദ്ദാനയും മാർ അപ്രേമം മാർ യാക്കോവും മർസാക്കുമാർ ബാലയും ദുഃഖിതന്മാർ തലവനായ മാർ ബർസവുമായും മാർ ഷെവോൻ ദസ്തൂനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബെസേലിയോസും ബലങ്കരുടെ പരിശുദ്ധന്മായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവടുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപ് ഇവരുടെ കൂടെയും ഇവരുടെ പിൻപുള്ളവർ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
കർത്താവേ, പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അരുവികളുടെയും സുജടങ്ങളുടെയും ഇടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടുകൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷ പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയലായസനെന്ന് അടസിച്ച് പറയണം. കർത്താവേ, വിശ്വാസികളാ ഞങ്ങളുടെ പരേതരുടെ തെറ്റുകൾ നികർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാ ശരീരങ്ങളായവരിൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായ മറ്റാരുമല്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സ് കൂടാതെ അറിവോടും അറിവ് കൂടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവര് ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പരേതരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കിക്കളയണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും അനുകൃതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ ശിംശിഹായുടെയും വിശുദ്ധ റൂഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിച്ച് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ ബബകോല തന്റെ തിരുനാമം വരുന്ന പ്രകാരം തന്നെ ഇരിക്കെ തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോളം സ്തുതിക്കുകയും ചെയ്യുന്നു. ബാറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹായാവുന്ന ദൈവത്തിൻ്റെ കരുണയും കൃപയും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. തുടങ്ങോ നീ നിൻ വാതിൽ അടിയാരെ തള്ളി
കുരിശം നീ നീ പാറയ്ക്കുമോ പാറയ്ക്കുമോർ കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായുകളും മധുരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടുപ്പാക്കുകയും ചെയ്യണമേ. ബാറയ്ക്കുമോർ. സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഃഖങ്ങളെ രക്ഷയുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ബലഹീനരാ ഞങ്ങളെപ്പോഴും സഹായിക്കണമേ. പരീക്ഷകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എന്തെന്നാ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെയും നിന്റെ ഏകപുത്രന്റെയും വിശുദ്ധ റൂഹായുടെയും ആകുന്നു. ഞങ്ങൾ നിനക്കും ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാറയ്ക്കുമോർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ. അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ അദൃശ്യമായ വലത് കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങളെയും നീക്കി ഞങ്ങളെ വെടുപ്പാക്കണമേ. നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ വെടുപ്പോടെ ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാറയ്ക്കുമോർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിന്യവും വന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഭയത്തോടും പ്രയിലോടും നാം സൂക്ഷിക്കണം. കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടുപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകഗൃഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ.
പീഡാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകവിശുദ്ധാത്മാവും നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാർ ആയിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവകീടും. മുറിയോറാകി നീലയിനുക ദാരേ. സ്തുതിയോടു രാജമകൾ നിൻവലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ ജനമോർക്കായി പിതൃഗ്രഹവും മാറയ്ക്കുമോ. ശുഭഹോലാബോ ലബറുവൽ റൂഹോ കാദിശോ. നിൻപോലം ആദാമുൽ പോലം നീനാമേ. ഭക്തപുകഴ്ചാഭാജനമേ നിന്നിലുദീശോ രേഖസുരൻ തൃക്കല ഞങ്ങളിൽ അലിവാന്ത പക്കല ഭീഷയണ കീടം സ്തൗവൻ കാലസ്കുരിയിലായിസോ. വരദായകമാകാ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാരയ്ക്കുമോ. ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരും നോയാരിൽ സുഖപരിമളധൂപം മുറിയോ രാഖി മേലെ നോകാതാരേ. ഞങ്ങൾക്കായുൾ അർത്ഥനയെ ഞങ്ങളിലാദ്രത തോന്നിടാ ഏകാത്മജനോട വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാറയ്ക്കുമോ. പോലും ആദാമുൽ പോലും ഒരുപോലിങ്ങും സ്ലീഹന്മാരെ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദഗണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനി ചോക്കായി സൗമൻ കാല സ്കുരിയിലായിസോ. ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹതീർക്കും പുനരുത്ഥാനദിനെ ബാരയ്ക്കുമോ. കാംക്ഷിച്ചൊരു സഹതേ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാകെ മേലൈനുവതാരേ. സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ശമവും ശാന്തി അമരട്ടെ.
ഇപ്പോൾ വന്ദനായ എബ്രഹാം ജക്ലോഡി കോറപ്പിസ്കോപ്പ അച്ഛൻ ദൈവവചനം പ്രസംഗിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗമായി നാം വായിച്ചു കേട്ടത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യശുശ്രൂഷാ കാലഘട്ടങ്ങളിൽ അനേക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. രോഗികളെ സൗഖ്യമാക്കി, അതുപോലെ തന്നെ അപ്പം അതിൻ്റെ കുറവ് വന്നപ്പോഴത്തേക്ക് അത് നികത്തി കൊടുത്തു. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. ഇങ്ങനെ അനേക അത്ഭുത പ്രവർത്തികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഥാർത്ഥത്തിൽ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഈ അത്ഭുത പ്രവർത്തികൾ കൊണ്ട് മാത്രം ഒതുങ്ങുവാനല്ല, അതിലും ഉപരിയായിട്ടുള്ള മഹത്വകരമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് മനുഷ്യവർഗത്തെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മുഖ്യമായ ലക്ഷ്യം. അത് പിതാവാം ദൈവം കൽപ്പിച്ചയച്ച ആ പുത്രൻ തമ്പുരാൻ കാൽവറി ക്രൂശിലെ യാഗത്തിൽ കൂടി അത് നമുക്ക് പൂർണ്ണമായി ദാനം ചെയ്തിരിക്കുകയാണെന്നുള്ള പരമാർത്ഥം നമുക്കറിയാം. ഇവിടെ സ്ലീഹന്മാർ മടങ്ങി വന്ന് അവർ ചെയ്ത സകലവും യേശുവിനെ അറിയിച്ചു. അവനവരെ മാത്രം കൂട്ടിക്കൊണ്ട് ബെത്സൈദയിലെ ഒരു വിജനസ്ഥലത്തേക്ക് പോയി. അത് മനസ്സിലാക്കിയ ജനക്കൂട്ടം ആ ഭാഗത്തേക്ക് കടന്നു വന്നു. കർത്താവ് എവിടെ ഇരിക്കുന്നുവോ, എവിടെ ചരിക്കുന്നുവോ അവിടെ എല്ലാം ജനക്കൂട്ടത്തെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ഇതും അപ്രകാരം തന്നെയാണ് സംഭവിച്ചത്. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ധാരാളം രോഗികളെ കൊണ്ടുവരികയും അവരെയൊക്കെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. വൈകുന്നേരമായപ്പോൾ പന്തിരുവർ അടുത്ത് ചെന്ന് നാം ഈ വിജന പ്രദേശത്ത് ആയതിനാൽ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കോ കടകളിലേക്കോ പോയി പാർക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ജനത്തെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു. യേശുവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവീൻ എന്ന് പറഞ്ഞു. ഇതേ ഒരു മർമ്മപ്രധാനമായ സംഗതിയാണ്. യേശു അവരോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പീൻ. ഒരു പ്രതിസന്ധി ഘട്ടമാണ് ശിഷ്യന്മാർ തരണം ചെയ്യുന്നത്. ഒന്നാമത് വിജനമായ പ്രദേശം, അവിടെ ഭക്ഷണം കിട്ടുവാൻ പ്രയാസം. പക്ഷെ ജനങ്ങളെല്ലാം കർത്താവ് ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിച്ചത് കേട്ട് വളരെ ശാന്തരായിരുന്ന അതിൽ തന്നെ ജാഗരൂകരായിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് കർത്താവ് പറയുന്നത്, ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണമെന്ന്. യാതൊരു വിധത്തിലും നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടം. അതെങ്ങനെ തരണം ചെയ്യുന്ന ശിഷ്യന്മാർ തന്നെ അന്തം വിട്ടിരിക്കുന്ന ഒരു സന്ദർഭം. അവർക്കൊരു വിധത്തിലും അത് പരിഹരിക്കുവാൻ കഴിയുകയില്ല. ആ സന്ദർഭത്തിലാണ് കർത്താവ് പറയുന്നത്, ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുൻപിലുള്ള വ്യക്തികളുടെ ആവശ്യങ്ങളെ നാം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് നമ്മെ ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്. ഈ ലോകത്തിലാക്കിയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് പല ഉത്തരവാദിത്വങ്ങളുമുണ്ട്. നമുക്ക് സാധ്യമല്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നാമെങ്കിലും ദൈവത്തിനെ അത് പൂർത്തീകരിക്കുവാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഇല്ലായ്മയുടെ അനുഭവമുണ്ടായാലും ഉണ്മയിലേക്ക് വഴി നടത്തുവാൻ കഴിവുള്ള ദൈവം നിശ്ചയമായും അത് പൂർത്തീകരിച്ചു തരും എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായെങ്കിൽ മാത്രമേ അടിയുറച്ച വിശ്വാസത്തിൽ നാം ആയിരിക്കുന്നു എന്ന് നമുക്ക് വിലകൽപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ശിഷ്യന്മാർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധി കർത്താവ് പരിഹരിക്കുകയാണ്. അവരെ അത് പഠിപ്പിക്കുകയാണ്, അവരെ അത് കാണിക്കുകയാണ്, അവരത് അനുഭവിക്കുകയാണ്. ഇപ്രകാരം ഈ ജനങ്ങൾക്കെല്ലാം വേണ്ട ആഹാരം ഞങ്ങൾ പോയി വാങ്ങാതെ ഇരുന്നാൽ ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനുമല്ലാതെ ഒന്നുമില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്താകുന്നു ഇവർക്ക് കൊടുക്കുവാനുള്ളത് എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് പറയുവാനുള്ളത് 5 അപ്പവും 2 മീനുമല്ലാതെ യാതൊന്നുമില്ല. ഇത്രമാത്രം ജനങ്ങൾക്ക് എങ്ങനെ കൊടുക്കുവാൻ കഴിയും? അവിടെ പുരുഷന്മാർ തന്നെ 5000 പേരോളം ഉണ്ടായിരുന്നു. അവരെ 50 വീതം
പന്തികളായി ഇരുത്തുവീൻ എന്ന് യേശു തമ്പുരാൻ പറഞ്ഞു. 50 വീതമുള്ള പന്തികളായി ഇരുത്തുവാൻ. 5 അപ്പവും 2 മീനും എടുത്ത് കർത്താവിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ആളുകൾ ചിന്തിച്ചു കാണും. ഇന്നും മനുഷ്യവർഗം ചിന്തിക്കുന്ന എന്താ? കർത്താവിന് എന്ത് ചെയ്യുവാൻ കഴിയും? എൻ്റെ ഇല്ലായ്മയിൽ എന്ത് ചെയ്യുവാൻ കഴിയും? എൻ്റെ പ്രതിസന്ധിയിൽ എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന അനേകരാണ് ഞാനും നിങ്ങളും അതിൽ ഓരോ വിഭാഗങ്ങളാകുന്നു. എന്നാൽ കർത്താവിന് അത് കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു പശ്ചാത്തലമാണ്, ഒരു സംഭവമാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ പുരുഷന്മാർ തന്നെ 5000 പേരുണ്ടായിരുന്നു. എവിടെ ചെന്നാലും നമുക്കറിയാം, ഈ കൺവെൻഷനുകളിലായാലും പള്ളികളിലായാലും പുരുഷന്മാരെക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ അവിടെ സ്ത്രീകൾ എത്രമാത്രം കാണും, കുഞ്ഞുങ്ങൾ എന്തുമാത്രം കാണും? പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ന് മേൽ. ഇത് എത്ര സംഖ്യയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ 50 വീതമുള്ള പന്തികളായി ഇരുത്തി ശിഷ്യന്മാർ അവർ അപ്രകാരം ചെയ്തു. യേശു അപ്പവും മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് ജനത്തിന് വിളമ്പുവാനായി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇവിടെ രണ്ടാമത്തെ മർമ്മപ്രധാനമായ കാര്യം ഇതാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഭക്ഷിക്കുവാനുള്ള ഒരു അവസരം ജനങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇതാരുടെ കയ്യിലാണ് കർത്താവ് കൊടുത്തത് എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. 12 ശിഷ്യന്മാരുടെ കയ്യിൽ ഈ വാഴ്ത്തിയ അപ്പവും 2 മീനും കൊടുക്കുകയാണ്. 5 അപ്പവും 2 മീനും വാഴ്ത്തിയെടുത്ത് 12 ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, 12 ശിഷ്യന്മാർക്ക് കൊടുത്തു എങ്കിൽ ഇവരെല്ലാവരും ഇത് ഭക്ഷിച്ചതിന് ശേഷം തൃപ്തരായി ശേഷിച്ച കഷണങ്ങൾ 12 കുട്ട നിറച്ചെടുത്തു. 12 ശിഷ്യന്മാരുടെ കയ്യിൽ ഇത് കൊടുത്തെങ്കിൽ അവരെല്ലാവരും ഭക്ഷിച്ച ശേഷം 12 കുട്ട നിറയെ അപ്പവും മീനും എടുത്തു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിലെ ഒരവകാശിയാണ് വിശുദ്ധ മാർത്തോമാ ശ്ലീഹ. കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച അപ്പവും അമീനും അവകാശികളായിരിക്കുന്ന വിശുദ്ധ മാർത്തോമാ ശ്ലീഹ 12 ശിഷ്യന്മാർ 12 കുട്ട നിറഞ്ഞു. അവശേഷിച്ച കഷണം അത് മുഴുവനുമായി ശിഷ്യന്മാരുടെ ഏൽപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് വിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണ് എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ അടിസ്ഥാന ഘടകം. ഇന്ന് പലർക്കും അത് സംശയമാണ്. ഈ അപ്പത്തിൻ്റെ എവിടെയാണ് കർത്താവ് ഇരിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പത്തിൻ്റെ മുകളിലാണോ, അതിൻ്റെ നടുക്കാണോ, അതിൻ്റെ അടിയിലാണോ കർത്താവ് ഇരിക്കുന്നതെന്നാണ് ചിലർ ചോദിക്കുന്നത്. ഇത് പിന്നെ എന്തായിട്ടാണ് നമ്മൾ ഭക്ഷിക്കുന്നത്? കർത്താവ് കാൽവരി ക്രൂശിലെ യാഗം അനുഷ്ഠിക്കുന്നതിന് മുമ്പായി പെസഹായുടെ ആ സന്ദർഭത്തിൽ കർത്താവ് തൻ്റെ കൈകളിൽ അപ്പവും വീഞ്ഞുമെടുത്ത് വാഴ്ത്തി ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യ സമൂഹത്തിന് അത് സംശയമില്ലായിരുന്നു. ഇത് കർത്താവിൻ്റെ തിരുശരീരമാണോ തിരുരക്തമാണോ എന്ന് ആർക്കും സംശയമില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ പലർക്കും സംശയമാ. ഈ വാഴ്ത്തുന്ന അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ യഥാർത്ഥ ശരീരമാണോ തിരുരക്തമാണോ എന്ന് പലർക്കും സംശയമാണ്. അതാണ് നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു അപാകത. പലപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പറ്റിയിരിക്കുന്ന പാളിച്ചകൾ. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, എൻ്റെ വാക്കുകളിനെ വിരമിക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മഹത്വം വിശുദ്ധ തോമാസ് ശ്ലീഹ ഇവിടേക്ക് കടന്നു വന്നത് ആ വലിയൊരു പദവിയുമായിട്ടാണ് എന്ന് നാം ഓർക്കേണ്ടതാണ്. ഇത് മറ്റാർക്കും ഭാഗിച്ചു കൊടുക്കുവാൻ കഴിയുന്നതല്ല. ആരെങ്കിലും ഇതങ്ങോട്ട് വാഴ്ത്തിക്കൊടുത്താൽ അതിൻ്റെ പൂർത്തീകരണമാകുകയില്ല, അതിനവർക്ക് അവകാശവുമില്ല എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് പൗരോഹിത്യത്തെപ്പറ്റി ചോദ്യം ചെയ്യുന്ന ജനവിഭാഗങ്ങളും വിശ്വാസത്തെപ്പറ്റി ചോദ്യം ചെയ്യുന്ന ജനവിഭാഗങ്ങളുമുള്ള ഈ കാലഘട്ടത്തിൽ നാം വളരെ ജാഗരൂകരായി ഈ സത്യവചനങ്ങളെ ഗ്രഹിക്കുവാൻ കടപ്പെട്ടവരാണ്. ഇത് നമ്മൾ കൈക്കൊള്ളുമ്പോഴും അതിൻ്റേതായ അനുഭവത്തിൽ തന്നെ കൈക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. ഇന്ന് ഇവിടെയൊക്കെയും വന്നിരിക്കുന്ന ആളുകളെ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നുണ്ട്. ആത്മപരിശോധന നടത്തിയാണോ ഞാനും നിങ്ങളും വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നത് എന്നുള്ളതിനെ പറ്റി ഓർക്കുമ്പോൾ
വാസ്തവത്തിൽ എത്രയോ അപാകതകൾ നമ്മുടെ ആ സന്ദർഭത്തിൽ ആ ഒരു ജീവിതത്തിലുണ്ട് എന്ന് നാം ഓർക്കേണ്ടതാണ്. പലപ്പോഴും അതിനുവേണ്ടി ഒരുങ്ങാതെ വന്ന് എല്ലാവരും കൈക്കൊള്ളുന്നു, ഞാനും കൈക്കൊള്ളുന്നു. ഈ അനുഭവത്തിൽ കൂടി അനേകരെ കൈക്കൊള്ളുന്നുണ്ട്. അത് വാസ്തവത്തിൽ തെറ്റാണ്. അത് രോഗത്തെ ഉണ്ടാക്കുന്നതാണെന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയതുകൊണ്ട് കർത്താവ് ചെയ്തതായ അത്ഭുതം എൻ്റെയും ജീവിതത്തിൽ ചെയ്യുവാൻ കഴിവുള്ളവനായ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി അനുഭവത്തോടുകൂടി തുടർന്നുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ യുവാക്കളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിനവസരം തന്ന ബഹുമാനപ്പെട്ട മാനേജർ അച്ഛനോടും അസിസ്റ്റൻ്റ് മാനേജർ റംബാച്ചനോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. മക്കളിലപ്പൻ കൃപദേവതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യാം. പുല്ലിനു തുല്യം നരനുടെ നാളുകളതോ ചെടി പോലെ പാറയ്ക്കുമോ ോലം വാദാമുൽപോലം ശരണത്താലേ നിൻ കൃപയെ മരണമടഞ്ഞൊരു ദാസരമേ ജീവസ്വരമതുണർത്തണമേ കബറിന്നു ധ്യാനത്തിനായി ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ രക്തം പാനം ചെയ്തു പാതാളത്തിൻ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തെട്ടു മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിന്നു മഹത്വം മരമാതിനുരേ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടീണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനുള്ള പ്രാർത്ഥന ഏവരും ഏറ്റുചൊല്ലണം. ബാർക്കുമോറിന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഞങ്ങൾ യോഗ്യനായി തീരണമേ. ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. അട്ടഹസിച്ച് പറയണം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദി മുതൽ തലമുറകൾ വരെയും തനിക്കും സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവോത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം
ഇറങ്ങി വരുമാറാകണമേ. കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, തിരുനുമ്പാകെയുള്ള പ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതാ നിന്റെ തിരുശരീരക്തങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ വലതു തൃക്കൈ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനോ നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹായ ദൈവത്തിന്റെ കരുണയും കൃപയും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പത്രായിഹോൻ ഒന്മലോലം നോൽമേൻ. ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമോടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ച വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത വിശുദ്ധ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി തീരണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. മരിച്ചോർ ഉയിരേകും നോനേ, അവരുടെ ശരണവും ആയോനേ. നിൻവേക്കും വിടുമീ ലോകം, നാവുകൾ നിന്നാമം വാഴ്ത്തും. കർത്താവേ, നിന്റെ ദൈവിക മേശയിൽ നിന്നാൽ അനുഭവിച്ചിരിക്കുന്നവരായ ഞങ്ങൾ നിനക്ക് കൃതജ്ഞത അർപ്പിക്കുകയും നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോം പവക്കോല ബാറക്കുമോർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നായി ഇറങ്ങി വന്ന വലിയവന് വിസ്മരീനുമായ ദൈവമേ, തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പരമോന്നതമാം പദമതിലമരും പരനാം ദേവാ, കൃപ നിറയും നിൻ തിരുനയനത്ത സൂക്ഷിക്കണമേ. ചേർത്തിടണമേ ഞങ്ങളെ ദിവ്യ ശ്രീപാത്താണലിൽ. താവക കൃപയെ പൂജക നിവഹേ വാർഷിക്കണമേ.
നിർമ്മലമാതാ കന്യകമറിയ നിന്നവതാര മന്നിതിലെങ്ങും മുന്നറിയിച്ചൊരു നിബിയന്മാരും നിധിയതാന്റെ വിതന്നുടെ നികൂടെ മാധ്യാനത്തിൽ മിന്നും താരക യോഹന്നാനും പ്രാർത്ഥിക്കുന്നു. മാതാവ് യാചിക്കും പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകിയും മരിച്ചോർക്കും. സെലോം ബസ്ലോമോ ഹാൻ ഹബീബാൻ ബാർഖമോർ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പാവപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാ ഭക്ഷണത്തോടും കൂടി പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടി പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോരും നമ്മുടെ കർത്താവിൻ്റെ ജയമേറിയ സ്ലീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂസ്മായാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ പുണ്യപ്പെടുത്തുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാവുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും സഹായങ്ങളും പ്രാപിക്കുമാറാകട്ടെ. സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. വന്ദിതനാകും ആചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങേ അണച്ചോ ദീപലിയേ